ജാമിയ സലഫിയ 30ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഈ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് ന്യൂനപക്ഷ നഗരവികസന വകുപ്പ് മന്ത്രി ജനാബ് മഞ്ഞളാംകുഴി അലി സാഹിബാണ്. വളരെ സന്തോഷപൂർവം കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ വിദ്യാഭ്യാസ സമുച്ചയമായ ജാമിയ സലഫിയ പുളിക്കൽ ഗ്രാമത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ മന്ത്രി മഞ്ഞളാംകുഴി അലി സാഹിബിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രിയങ്കരനായ അബ്ദുറഹ്മാൻ മദനി സാഹിബ്, പേരിരിക്കുന്ന TP അബ്ദുള്ള കോയ് മദനി, മറ്റ് ആദരണീയരായ നേതാക്കന്മാർ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജാമിയ സലഫിയയുടെ 30ാം വാർഷിക സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇവിടെ നടക്കുന്ന ഈ കുടുംബ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് കുറച്ച് സമയം നിങ്ങളോടൊത്ത് ഇവിടെ ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കുടുംബ സംഗമം അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുമ്പോഴേ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നുള്ളൊരു അർത്ഥം അതിനുണ്ട്. എല്ലാവരും കൂടുന്ന സമയത്ത് അതിന് വളരെ സന്തോഷമുള്ളൊരു കാര്യം, ഇത് ഇപ്പം എത്രത്തോളം ഇന്നത്തെ ഈ കാലഘട്ടങ്ങളിൽ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പഴയ കാലത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെ വീട്ടിൽ ഏകദേശം 25ഓളം ആൾക്കാർ അന്ത്യം ഉറങ്ങാൻ ആ വീട്ടിലുണ്ടായിരുന്നു. ഒരു കുടുംബത്തിൽ 8ഉം 10ഉം മക്കളുണ്ടാവും. ആ മക്കൾക്ക് പുറമെ ആ വീടുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഏകദേശം 10ഓ 15ഓ ആൾക്കാർ വേറെ ഉണ്ടാവും. എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ഒരു 10-25ഓളം ആൾക്കാരായിരുന്നു അന്ത്യം ഉറങ്ങാനുണ്ടായിരുന്നത്. അതെൻ്റെ ഒരു വീടിൻ്റെ മാത്രം കാര്യമല്ല, നമ്മളെല്ലാവരുടെയും വീടിൻ്റെ. എനിക്ക് ഓരോരോ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതേമാതിരി ആയിരിക്കും. ആ പഴയ കാലത്ത് 20-25 അല്ലെങ്കിൽ ഇനി ചുരുങ്ങിയതൊരു 10 ആളെങ്കിലും ഇല്ലാത്തൊരു വീടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പകലായാൽ പിന്നെ അത് 10ഉം 100ഉം ആവും. കൃഷിപ്പണിയൊക്കെ അറിയുന്ന അല്ലെങ്കിൽ കൃഷി പിന്നെ ഉപജീവന മാർഗമായി സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ അന്ന് പകലാകുമ്പോൾ 25 ആൾക്കാരുടെ കൂടെ വീണ്ടും ഒരു 10-75 ആൾക്കാർ രാവിലെ വരും. എന്നിട്ട് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം പിന്നെ അസ്തമിച്ചതിന് ശേഷം മടങ്ങിപ്പോകുന്ന സ്ഥിതി അന്നുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും ആ കാലഘട്ടങ്ങളിൽ, പഴയ കാലഘട്ടങ്ങളിൽ നമ്മളെല്ലാവരും വളരെ തിരക്കുള്ളതായിരുന്നു. നമ്മൾ ആരും തന്നെ ഒറ്റക്കായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു മിനിറ്റ് പോലും നമുക്ക് ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കാനില്ല. നമ്മളിങ്ങനെ പുറത്തേക്കുള്ള കാഴ്ച നോക്കിയിരിക്കുന്ന ഒരു സ്ഥിതി ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്നത്തെ സ്ഥിതി അതല്ല. ഇന്ന് കൂട്ടുകുടുംബം പോയി. ആ കുടുംബം തന്നെ, കുടുംബത്തിലിപ്പോ രക്ഷിതാക്കൾ മാത്രം ഉണ്ടെങ്കിൽ കുട്ടികൾ ചിലപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവർ കോളേജിൽ പോകുന്നു, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം അവർ കോളേജിൽ പോക്കായി. കോളേജിൽ പോകുമ്പോൾ മിക്കവാറും അവരൊക്കെ നമ്മൾ ഹോസ്റ്റലിൽ കൊണ്ടാക്കുന്നു. ഒരു 40-45 വയസ്സാകുമ്പോഴേക്കും രക്ഷാകർത്താക്കൾ ഒറ്റയ്ക്ക് താമസിക്കുന്നത്, അതായത് ഭാര്യയും ഭർത്താവും മാത്രം ഒരു വീട്ടിൽ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് നമ്മളെ ലോകത്ത്, അല്ലെങ്കിൽ ഇന്ന് നമ്മളെ കേരളത്തിൽ കാണുന്നുണ്ടെന്നതാണ് സത്യം. പഴയ കാലത്ത് ചിലപ്പം 60-70 വയസ്സാകുമ്പോഴൊക്കെ ആയിരുന്നു അതുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് 40-45 വയസ്സിൽ തന്നെ മിക്കവാറും എല്ലാ കുടുംബവും ഒറ്റപ്പെടുന്ന, ഭാര്യയും ഭർത്താവും മാത്രം, മക്കൾ കോളേജുകളിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ ജോലിക്കോ മറ്റുള്ള പോകുന്നത് പിന്നെ സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. ഞാൻ ഇന്നലെ വൈകുന്നേരം പാലക്കാട് നമ്മുടെ കൽപ്പാത്തി രഥോത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പരിപാടി പോയി. 1300ഓളം വീടുകളാണ് ഒരു ലൈൻ. അവിടെ തന്നെ കൽപ്പാത്തി കണ്ട ആൾക്കാർക്കൊക്കെ അറിയാം. അത് നമ്മളെ കൊണ്ടോട്ടി പോലുള്ള, പഴയ കൊണ്ടോട്ടി പോലുള്ള ഈ ഒരു ലൈനിൽ അപ്പുറത്തും ഇപ്പുറത്തും കുറേ വീടുകൾ. ആ വീടുകൾ ഒറ്റമുറി വീടുകളാണ്. ആ ഫ്രണ്ടിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് അവരെ കാണുന്നത് നമ്മുടെ പിന്നെ ഒരു സിറ്റിംഗ് റൂം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഹാൾ ഉണ്ടാവും. അതിനുശേഷം ഒരു ബെഡ്റൂം, അതിന് കൂടി ഒരു ഇടവഴി, പിന്നെ ഒരു കിച്ചൺ, പിന്നെ ഒരു പ്രാർത്ഥന മുറി അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാവും. ഒരൊറ്റ പിന്നെ റൂം മാത്രമാണ് ആ മിക്കവാറും ആ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നത്.
അവിടെയുള്ള ആൾക്കാർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഒരു 65-70 വയസ്സിന് മുകളിലുള്ള റിട്ടയർ ചെയ്ത ആൾക്കാരെ മാത്രമേ നമുക്ക് അവിടെ എനിക്ക് കൂടുതലും കാണാൻ പറ്റുള്ളൂ. കുറച്ച് ആൾക്കാർ ചെറുപ്പക്കാരുണ്ട്, അന്ന് ആ പ്രത്യേകിച്ച് ഇന്നലത്തെ ആ ഒരു കാര്യത്തിന് വന്ന ആൾക്കാർ. അല്ലാതെ കൂടുതൽ ഈ 1300ഓളം വീടുകളിൽ റിട്ടയർ ചെയ്ത ആൾക്കാരെ മുഴുവനും അവിടെ താമസം. അവർ സാധാരണ ഒരു പിന്നെ വെറും റിട്ടയർ ചെയ്ത ആൾക്കാരല്ല, അവർ വലിയ വലിയ ഗവൺമെന്റിലൊക്കെ വലിയ വലിയ ജോലി ചെയ്ത ആൾക്കാരാണ്. ഈ കൽപ്പാത്തി എന്ന് പറയുമ്പോൾ മിക്കവാറും അല്ല, എല്ലാവരും അവിടെ ബ്രാഹ്മിൻസാണ്. ഒക്കെ വയസ്സ് 65-70 വയസ്സായ ആൾക്കാർ. ആ വീടുകളിൽ ചെറുപ്പക്കാരില്ല. അപ്പൊ ഞാൻ ചോദിച്ചു അവരോട്, നിങ്ങളിപ്പോ മക്കളൊക്കെ ബോംബെയിലും മദ്രാസിലും മറ്റുള്ള ഡൽഹിയിലും ഒക്കെ വലിയ വലിയ ഓഫീസുകളിൽ വലിയ വലിയ ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ്. നിങ്ങൾ റിട്ടയർ ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് 40,000-50,000 ഒരു മാസം പെൻഷൻ കിട്ടുന്നുണ്ട്. കാരണം അവരൊക്കെ IAS ഓഫീസർമാരും വലിയ വലിയ പിന്നെ ആൾക്കാരൊക്കെയാണ് അവിടെ ഉള്ളത്. എന്തുകൊണ്ട് നിങ്ങൾ അവരെ കൂടെ താമസിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെയാണ് ജനിച്ചു വളർന്നത്, സ്വാഭാവികമായിട്ട് ഞങ്ങളെ മക്കളും റിട്ടയർ ചെയ്യാൻ കാലത്ത് അല്ലെ റിട്ടയർ ചെയ്തതിന് ശേഷം അവരൊക്കെ ഇങ്ങോട്ട് വരും. ഞങ്ങള് ഈ കൂട്ടുകുടുംബം, ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കി പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ താമസിക്കുന്നതെന്ന്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ പറ്റി ഞാൻ ചോദിച്ചപ്പോൾ ചെറുപ്പക്കാരൊക്കെ മാറി മാറി പോകുന്നുണ്ട്. പക്ഷേ പ്രായമായ ഞങ്ങൾക്കൊന്നും അങ്ങോട്ട് മാറിപ്പോകാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങളിവിടെ താമസിക്കുന്നു. ചെറുപ്പക്കാരിപ്പോൾ റിട്ടയർ ചെയ്യുന്നാലും വലിയ ഇതിലാണെങ്കിൽ ചിലപ്പോൾ ഡൽഹിയിൽ സെറ്റിൽ ചെയ്യുന്നാലും ബോംബെയിൽ സെറ്റിൽ ചെയ്യുന്നാലും ദുബായിലും അമേരിക്കയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ സെറ്റിൽ ചെയ്യും. ഞങ്ങൾ ഇവിടെ തന്നെ കൂടുന്നതാണ് അവര് മിക്കവാറും ആൾക്കാരൊക്കെ പറഞ്ഞത്. അതാണ് നമ്മളെ ഒരു കൃത്യമായിട്ട് നമ്മുടെ സ്ഥിതി. നമ്മളെ മക്കൾ നമ്മളെ കൂടെ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മക്കൾ നമ്മളെ വീട്ടിലുണ്ടെന്ന് വിചാരിക്കാം. ചെറുപ്പക്കാരായ കുട്ടികൾ കോളേജിലും സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾ നമ്മളെ കൂടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികളും നമ്മളും തമ്മിലുള്ള സംസാരം എത്രത്തോളം ഉണ്ട്? ഇപ്പൊ ലോകത്ത് നമ്മളെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ച ഏറ്റവും വലിയ നമുക്കൊക്കെ ഏറ്റവും വലിയ ഉപകാരമുള്ള ആയുധം എന്താ? നമ്മളെ മൊബൈൽ ഫോൺ. എല്ലാവരുടെ അടുത്തും മൊബൈൽ ഫോൺ, ചെറിയ കുട്ടികളുടെ അടുത്തുണ്ട്. ഞാൻ അതിനെ കുറ്റം പറയല്ല, നല്ലതാണ്. ആവശ്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് മൊബൈൽ ഫോൺ. പക്ഷേ ഇന്ന് ഈ വാട്സപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും മറ്റുള്ള കാര്യങ്ങൾ ട്വിറ്ററിലൊക്കെ കുട്ടികൾ മുഴുവനും പിന്നെ നമ്മൾ ടെലിഫോണിൽ കൂടിയാണ് നോക്കുന്നത്. അത് ഏകദേശം 50 കോടി ജനങ്ങൾ, 150 കോടി ജനങ്ങൾ ഇന്ന് മൊബൈൽ ഫോണിൽ കൂടി മാത്രമാണ് ഇന്ന് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത്. അതാണ് ഇതിന്റെ തമാശ. 150 കോടി ജനങ്ങൾ മൊബൈൽ ഫോണിൽ കൂടിയാണ് നമ്മൾ അവർ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ വാട്സപ്പ് മറ്റുള്ള കാര്യങ്ങൾ മാത്രം മതി അവർക്ക്. വീട്ടില് രക്ഷിതാക്കളോട് പോലും സംസാരിക്കാൻ, അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരോടോ അല്ലെങ്കിൽ അനിയന്മാരോടോ അല്ലെങ്കിൽ ജ്യേഷ്ഠത്തിമാരോടോ അനിയത്തിമാരോടോ പോലും സംസാരിക്കാൻ അവർക്കിന്ന് സമയമില്ല എന്നുള്ളതാണ് സത്യം. ഇത് ഞാൻ വെറുതെ പറയല്ല. നമ്മളെ വീട്ടിൽ ഓരോരോരുടെ അകത്തേക്ക് നമ്മൾ നോക്കുക. നമ്മൾ മക്കളുമായിട്ട് യാത്ര ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിനിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേ കാറിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ കാണുന്ന കുട്ടികൾ പിന്നിൽ സീറ്റിൽ ഇരുന്നിട്ട് ആ ഫോണുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. പലപ്പോഴും നമുക്ക് അവരോട് തമ്മിൽ സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി യെസ് ഓർ നോ മാത്രം പറഞ്ഞിട്ട് വീണ്ടും അവരെ കണ്ടതിൽ താഴത്തേക്ക് പോകും. നീ കുന്തൊന്ന് ഓഫാക്കി വെക്കുന്ന നമ്മൾ സ്നേഹത്തോടു കൂടി അവർ ഉപദേശിക്കുകയാണെങ്കിൽ മനല്ലാ മനസ്സോടെ ദേഷ്യത്തോടു കൂടിയാണ് അവരെ ഓഫാക്കുക. അപ്പൊ മിക്കവാറും രക്ഷിതാക്കള് അതിന് മുതിരാറില്ല. മക്കളുടെ മുഖം, കറുത്ത മുഖം അല്ലെങ്കിൽ സങ്കടകരമായ മുഖം കാണണ്ടെന്ന് വിചാരിച്ച് മിക്കവാറും അത് ഓഫാക്കാൻ പറയാറില്ല. നമ്മൾ അതിനൊരു ഏകദേശം അഡിക്ഷനായി എന്നുള്ളതാണ് സത്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പക്വതയില്ലാത്ത നമ്മുടെ ചെറുപ്പക്കാരുടെ കയ്യിൽ ഇതേപോലുള്ള ആയുധങ്ങൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതവർ മിസ്യൂസ് ചെയ്യുന്നു. ഞാൻ അതിന്റെ പിന്നെ ദോഷവശങ്ങളിലേക്കല്ല പോകുന്നത്. അവര് 24 മണിക്കൂറല്ല അഡിക്റ്റഡ് ആവുന്നു ഞാൻ പറയുന്നത്. അവർ നല്ല കാര്യമായിരിക്കും ചെയ്യുക. കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാവും, ഇന്റർനെറ്റ് വഴി കൂടുതൽ വിവരങ്ങൾ നോക്കുന്നുണ്ടാവും. ഇപ്പൊ ഒരു ടെലിഫോണിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളതില്ല. അതിൽ ഖുർആനുണ്ട്, അതിൽ കിബിലുണ്ട്, അതിൽ എന്താ നമുക്ക് പിന്നെ എത്രയോ പിന്നെ ആയിരക്കണക്കിന് പാട്ടുകളെല്ലാം റെക്കോർഡ് ചെയ്യാം, പ്രസംഗങ്ങൾ റെക്കോർഡ് ചെയ്യാം. അതോടുകൂടി നമുക്ക് ലോകത്തുള്ള എന്തെല്ലാം നടക്കുന്നു അതൊക്കെ ഓൺലൈനായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. അപ്പൊ മക്കൾ അതിനോട് ഇങ്ങോട്ട് അഡിക്റ്റഡ് ആയി ഒരു 10-20 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കണ്ണട, വലിയ കണ്ണട വെക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകും. അത് മാത്രമല്ല, നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധമില്ലാത്ത ഒരു സ്ഥിതിയിലേക്കാണ് ഈ ഫോണും അല്ലെങ്കിൽ ഇതേപോലുള്ള വലിയ കാര്യങ്ങളും പിന്നെ എത്തിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പൊ ഞാൻ ഫോണിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് എതിരില്ല. ഞാൻ അത് വേണമെന്ന് വാശി പിടിച്ച് എല്ലാവർക്കും കൊടുക്കണം എന്ന് പിന്നെ പറയുന്ന ഒരാളാണ്. പക്ഷേ അതിന്റെ ഉപയോഗം അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പിന്നെ പറയാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അടുത്ത കാലത്ത് എല്ലാവരും വളരെ താല്പര്യത്തോടു കൂടി പറയുന്നതാണ് നമ്മളെ വിവാഹ ദൂരത്തിനെ പറ്റി. വീടുകളിലും അതിനുള്ള കാര്യത്തിലാണ്.
ഞാൻ ഇവിടെ ഇരുന്ന് ബഹുമാനപ്പെട്ട മദനി സാഹിബിനോട് ചോദിച്ചു, പഴയ കാലത്ത്, അതായത് നിങ്ങളൊരു 30 കൊല്ലം മുമ്പേക്ക് ഇതേപോലൊരു സമ്മേളനം നടത്തണമെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ സ്ഥിതി, എങ്ങനെയാണ് നിങ്ങൾ ഇതേപോലൊരു പന്തലിടാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ നാട്ടിലുള്ള എല്ലാ വീടുകളിൽ നിന്നുള്ള കസേരയും മേശയും ഇതേപോലുള്ള പന്തലും തടുക്കും പായും എല്ലാം കൂടിയും കൊണ്ടുവന്നാണ് ഞങ്ങൾ പന്തലിട്ടിരുന്നത്. ഇന്ന് അതൊന്നും വേണ്ടത് സൗകര്യമാണ്, പെട്ടെന്ന് നടക്കുന്നത്. ഒക്കെ ഇന്ന് ഇൻസ്റ്റന്റാ. ഭക്ഷണം പോലും ഇൻസ്റ്റന്റാണ്. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ വിഷമിക്കേണ്ട, നമുക്ക് കൃത്യമായിട്ട് പാക്കറ്റിലുണ്ട്, അത് നമുക്ക് ചൂടാക്കി കഴിക്കാം. അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് ഉണ്ടാക്കി വെച്ച് നമ്മളെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് മൈക്രോവേവ് വഴി പിന്നെ ചൂടാക്കി നിൽക്കാം. അപ്പൊ നമുക്ക് സമയമുണ്ട്. സൗകര്യങ്ങളൊക്കെ കൂടുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ കുറയുന്നതാണ് ദുഃഖകരമായിട്ടുള്ള സത്യം. ഇന്ന് ഉപ്പ മക്കളെ കാണുന്നത് എപ്പോഴെങ്കിലും നമ്മളെ പെരുന്നാളിനോ അല്ലെങ്കിൽ വല്ല വിശേഷ ദിവസത്തിനോ അല്ലെങ്കിൽ അടുത്തുള്ള കല്യാണത്തിനോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ കല്യാണത്തിനാണ്. കല്യാണത്തിന് പോവുകയാണെങ്കിൽ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പിരിയുന്ന ഒരു സ്ഥിതിയാണ്. അന്ന് പഴയ കാലത്ത് ഇതേപോലൊരു മീറ്റിംഗോ അല്ലെങ്കിൽ ഒരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ആഴ്ചകൾക്ക് മുമ്പ് അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സ്ഥിതി വരും. ഇന്നൊക്കെ ഇൻസ്റ്റന്റ്, നമ്മളൊന്നും അറിയണ്ട. നമ്മൾ അവരുടെ ഓണാക്കി കൊടുത്താണ് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാര്യങ്ങൾ ചെയ്തു തരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ കല്യാണത്തിനെ പറ്റി ഞാൻ പറയുമ്പോൾ അതിന്റെ അടിയിൽ പോയതാണ്. അതായത് കല്യാണത്തിനെ പറ്റി പറയുമ്പോൾ ഇന്ന് കല്യാണത്തിനെ പറ്റി കൂടുതൽ വിവാഹദൂരത്തിനെ പറ്റി വളരെയധികം ആൾക്കാർ സംസാരിക്കുന്ന സ്ഥിതിവിശേഷം കാണാറുണ്ട്. അതിനെപ്പറ്റി എല്ലാവരും സംസാരിക്കുന്നതിന് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഈ സമുദായം, മുസ്ലിം സമുദായം ഇന്ന് പല ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് വലിയ കടത്തിലേക്ക് അത് പോകുന്നുണ്ടെങ്കിൽ അത് ഈ നമ്മുടെ ഈ വിവാഹ ദൂർത്ത് കൊണ്ടെന്നുള്ളതാണ് സത്യം. നമ്മുടെ ഇന്ത്യയിലെ ഒരു വർഷം 1,42,596 കോടി രൂപയാണ് കല്യാണ മാർക്കറ്റിൽ ചെലവഴിക്കുന്നതെന്നുള്ളതാണ് ഒരു കണക്ക് പറയുന്നത്. 1,42,596 കോടി രൂപയാണ് ഈ കല്യാണ മാർക്കറ്റിൽ നമ്മൾ ചെലവഴിക്കുന്നതെന്നുള്ളതാണ് സത്യം. ഓരോ 25 ഒരു വർഷം കഴിയുമ്പോൾ 25% അതിലിങ്ങനെ കൂടുതൽ അതിന് കൂടി വരിക. കാരണം ആർഭാടം കൂടുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ, ഒരു ഡ്രസ്സ് നമ്മൾ ഇന്നിട്ടുണ്ട്, ആ കല്യാണത്തിന് ഒരു ഡ്രസ്സ് ഇന്നിട്ടുണ്ടെങ്കിൽ അത് നാളെ ഇല്ല, പിന്നെ ഒരിക്കലും ജീവിതത്തിൽ അത് ഇടുന്നില്ല. ഒരു കല്യാണത്തിന് വധുവിനോ വരനോ നമുക്ക് ആവശ്യമുള്ള ഏകദേശം 6-7 ഡ്രസ്സാണ് ഇപ്പൊ ഇന്നത്തെ പിന്നെ കല്യാണം നടക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ ഒരു ശരാശരി കുടുംബത്തിന്, ഒരു ആവറേജ് കുടുംബം, പാവപ്പെട്ട ഒരു കുടുംബം എന്നൊക്കെ നമ്മൾ പറയാൻ, ഒരു മിഡിൽ ക്ലാസ് കുടുംബം, ആ കുടുംബത്തിന് കല്യാണത്തിന്റെ ചെലവ് നമ്മൾ കണക്കൂട്ടിയതിന്റെ ഒരു ഇത് ഏകദേശം 19 ലക്ഷം റുപ്യാണ്. 19 ലക്ഷം റുപ്യ വെറുതെ വേസ്റ്റ് ആയി പോകുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ നമ്മൾ കുടുംബവുമായിട്ടും മറ്റുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ പിന്നെ ചർച്ച ചെയ്യേണ്ടത്. നമ്മളെ കേരളം, നമ്മൾ ആരോഗ്യ രംഗത്ത് നമ്മൾ വളരെ മുമ്പിലാണ്. നമുക്ക് പ്രയാസങ്ങളുണ്ട്, കുടുംബത്തിലും പിന്നെ ആരോഗ്യം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ സത്യസന്ധമായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷത്തിൽ ഏകദേശം 25ഓളം പേരാണ് നമ്മുടെ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നതെന്നുള്ളതാണ് സത്യം. 1 ലക്ഷത്തിന് 25ഓളം പേര് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നു. അത് നമ്മളെ ശരാശരി, ഇന്ത്യൻ ശരാശരി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 11 ആളാണ്. പക്ഷേ കേരളത്തിൽ അത് 25 പേരാണ്. നമ്മൾ ആരോഗ്യ രംഗത്ത് അല്ലെങ്കിൽ മറ്റുള്ള രംഗത്തൊക്കെ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ രംഗത്തൊക്കെ എത്രയോ മുമ്പിലാണ്. പക്ഷെ ആത്മഹത്യാ രംഗത്ത് നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ അതിലും മുമ്പിലാണ്. 25 പേരാണ് 1 ലക്ഷത്തിന്. അത് മറ്റുള്ള സംസ്ഥാനങ്ങൾ ആവറേജ് നോക്കുകയാണെങ്കിൽ 11 ആണ്. അതിൽ ഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കുറവ്, അത് 8% മറ്റാണ്. പിന്നെ കൊല്ലത്താണ് 41%. സ്വാഭാവികമായിട്ടും അത് മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിനൊരു അടിത്തറയാണ്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ മലപ്പുറം ജില്ലയിൽ കുറവുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താ, നമ്മുടെ ആത്മീയത നമ്മുടെ മോശം വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ശിഥിലമാകും. ഇതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. കുടുംബം തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ അസറ്റ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യം നമ്മുടെ കുടുംബം തന്നെയാണ്. അപ്പൊ കുടുംബത്തിന്റെ കൂടെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെലവഴിക്കുക. ആ മക്കള് ഭാവി തലമുറയെ വളർത്തെടുക്കാൻ നമ്മളെ കുടുംബത്തിൽ നിന്നായിരിക്കണം, ഈ കുടുംബത്തിൽ നിന്നായിരിക്കണം ബാലപാഠം തുടങ്ങേണ്ടത്. അല്ലാതെ ക്രഷിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ അംഗനവാടിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള LKGയിൽ നിന്നോ അല്ല. നമ്മളെ കുടുംബത്തിലെ കുട്ടികൾക്ക് ഏറ്റവും വലിയ വിദ്യാഭ്യാസം കിട്ടുന്നത് നമ്മളെ കുടുംബത്തിൽ നിന്നാണ്. അത് പ്രത്യേകിച്ചും നമ്മുടെ പിന്നെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അവരാണ് ഇതിനെ പറ്റി, ഉമ്മമാരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതിലെല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവന്ദനങ്ങൾ. അസ്സലാമു അലൈക്കും.